ഹലോ ഫ്രണ്ട്സ്, ഹായ്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഈ ഒരു ഫേസ് സെലക്ട് മോഡാണ് കഴിഞ്ഞതിൽ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ GRS കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് നമുക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ ഞാൻ കാണിച്ചല്ലോ, ഒരു ക്യൂബ് അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. അതേപോലെ തന്നെ ഒരു ഫേസും നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി, ഡിലീറ്റ് ഫേസ് അടിച്ചാൽ മതി. ഇപ്പം ഫേസ് ആണല്ലോ സെലക്ട് ആയിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഡിലീറ്റ് ഫേസ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഷോർട്ട് കട്ട് എന്തായിരുന്നു? എക്സ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ് അടിച്ചിട്ട് അവർ ചോദിക്കും വേർട്ടീസസ് ആണോ, എഡ്ജസ് ആണോ, ഫേസസ് ആണോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ മൂന്നിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫേസസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് പോയി. ഒരു ബോക്സിൻ്റെ ഷേപ്പ് ഇവിടെ വന്നാണ്ടാ കൺട്രോൾ സെറ്റ് അടിക്കുക. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു ഫേസ് ആണ്. എഡ്ജ് സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഇപ്പം ഞാനിവിടെ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളർ വരുന്നുണ്ടോ? ഇതാണ് എഡ്ജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. എഡ്ജ് സെലക്റ്റായി. ഓക്കെ, എഡ്ജ് സെലക്ട് ആയെന്ന് എന്തിനാണെന്നറിയാമോ? ഈ ഒരു എങ്ങനെ ഇപ്പോൾ പറയാം, അതായത് നമുക്ക് ഈ ഒരു എഡ്ജ് മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഡ്ജ് സെലക്ട് ആയി ഇല്ലേ? സ്കെയിൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്? എസ് അടിച്ചിട്ട് ഞാൻ സ്കെയിൽ ചെയ്തു. അപ്പോൾ ഈ എഡ്ജിൻ്റെ മാത്രം വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ് എഡ്ജ് എന്നുള്ളത്. ഇതിപ്പോൾ ഈ എഡ്ജ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൽ എത്ര എഡ്ജ് ഉണ്ട്? ഇവിടെ 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് കളർ വരുമ്പോൾ സെലക്റ്റായി. കാണിച്ചു തരാം, സെലക്റ്റായി. ഇനി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്താൽ ഇതും സെലക്റ്റായി. ഇനി സ്കെയിൽ ചെയ്ത് എന്താണ്ടാവുക? ആ 2 ഡയറക്ഷനിലേക്ക് കൂടുന്നത് കണ്ടോ? മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 4 സൈഡും സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഞെക്കുക, എഡ്ജ് സെലക്ട് ചെയ്യുക, ഏത് എഡ്ജാണ് വേണ്ടത് ആ എഡ്ജ് സെലക്ട് ചെയ്യുക, 4 എഡ്ജും സെലക്റ്റായി. ഇപ്പോൾ 4 എഡ്ജും സെലക്ട് ആയിട്ട് സ്കെയിൽ ചെയ്യാം. അപ്പം 4 എഡ്ജും വേറെ ടെക്നിക്കലി പറയുമ്പോൾ ഒരു സാധനത്തിൻ്റെ 4 എഡ്ജും നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫേസ് സെലക്ട് ചെയ്തതിന് തുല്യമാണ് അല്ലേ? ഇപ്പോൾ ഈ എഡ്ജ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വെർട്ടെക്സ് സെലക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് നമ്മൾ മാത്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂല ഇതാണ് എഡ്ജ് എന്ന് പറയുന്നത്. വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റിനാണ് നമ്മൾ എന്താ പറയുക, വെർട്ടെക്സ് എന്ന് പറയാം. സെലക്ട് ആയി കഴിയുമ്പോൾ അതൊരു വൈറ്റ് കളറാവും, കാണുന്നുണ്ടോ? 2 വെർട്ടെക്സും സെലക്ട് ചെയ്യുന്ന ഈസ് ഈക്വൽ ടു സെലക്ടിങ് ആൻ എഡ്ജ്. എഡ്ജ് സെലക്ട് ചെയ്യുന്നതിന് തുല്യമാണല്ലോ 2 വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇപ്പോൾ ഈ ഒരു എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ 2-3 ഓപ്ഷൻസ് ഉണ്ട്, കണ്ടോ? ഏതാണ്? ഇതിപ്പോൾ സെലക്ട് ബോക്സ് ആണല്ലോ, സെലക്ടിങ് ടൂളാണിത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ട് ഇതിലിങ്ങനെ ഡയറക്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എഡ്ജ് സെലക്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എഡ്ജാണോ സെലക്ട് ചെയ്യേണ്ടത് അതിവിടെ ഒരു ബോക്സ് ഡ്രോ ചെയ്താലും സെലക്ട് ആവും. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ടൂൾസ് വരും. സെലക്ട് ബോക്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. സെലക്ട് സർക്കിൾ ഉണ്ട്, സെലക്ട് ലാസോ ഉണ്ട്. അപ്പോൾ സെലക്ട് സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് വരെ ഒരു സർക്കിൾ വരും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ എളുപ്പത്തിൽ, അതായത് ഇപ്പോൾ ഇവിടെ എഡ്ജ് സെലക്റ്റിലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ മോഡാണ് കിടക്കുന്നതെങ്കിൽ സെലക്ട് ബോക്സ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സൂം ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് മാറ്റാനാണ് ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത്, സെലക്ട് സർക്കിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ സെലക്ട് ആയി കിട്ടും. ഷിഫ്റ്റ് ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. ഫേസ് സെലക്ട് ചെയ്തിട്ട് ഇത് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് അടിച്ചാൽ മതി. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വെർട്ടീസസ് കളയണോ, എഡ്ജസ് കളയണോ, ഫേസസ് കളയണോ. അപ്പോൾ എഡ്ജസ് കളഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് നോക്കാം. കണ്ടോ? നമ്മൾ സെലക്ട് ചെയ്തിരുന്ന എഡ്ജസ് ഒക്കെയും പോയി, ഒറ്റയടിക്ക് പോയില്ലേ? അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി നോക്കാം. ഇതിനൊന്ന് വലുതാക്കുന്നതാണ് ഞാൻ. ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു ടേബിളായിട്ട്. കാലിന് കുറച്ച് വലുപ്പമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.